എല്ലാവർക്കും നമസ്കാരം. ആഴ്ചയിലേക്ക് സ്വാഗതം. പുണർദം നക്ഷത്രക്കാർക്ക് വരുന്ന മെയ് 2025 എങ്ങനെയാണ് നമുക്ക് നോക്കാം. അതിലേക്ക് കടക്കുന്നതിന് മുമ്പ് പ്രൈവറ്റ് കൺസൾട്ടേഷൻ താല്പര്യമുണ്ടെങ്കിൽ ഡീറ്റെയിൽസ് ആയി ഡിസ്ക്രിപ്ഷനിലുണ്ട്, നോക്കാവുന്നതാണ്. നമുക്ക് റീഡിങ്സിലേക്ക് കടക്കാം. പുണർദം നക്ഷത്രക്കാർക്ക് വരുന്ന മെയ് 2025 എങ്ങനെയാണ് എന്ന് നോക്കാം. Lovers, Six of Cups, King of Swords, Three of Wands, Queen of Cups and Temperance. നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ലവേഴ്സ് ആൻഡ് ക്യൂൻ ഓഫ് കപ്സ് എനർജി കണക്ഷൻസ് ആണ് ഇവിടെ. ഈ ഒരു മാസം നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒത്തിരി സന്തോഷം ഉണ്ടാകുന്ന കാര്യങ്ങൾ ജീവിതത്തിൽ സംഭവിക്കുന്നുണ്ട്. നിങ്ങൾക്ക് ഒത്തിരി പ്രധാനപ്പെട്ട നിങ്ങളെ സംബന്ധിച്ചിടത്തോളം വൈകാരികമായിട്ട് ഒത്തിരി ഇഷ്ടപ്പെടുന്ന ചില കാര്യങ്ങൾ സംഭവിക്കുന്ന ഒരു മാസമാണ്. മറ്റുള്ളവർക്ക്, നിങ്ങൾക്ക് ചുറ്റുമുള്ള ആളുകൾക്കോ അല്ലെങ്കിൽ നിങ്ങളുടെ സമീപത്ത് അല്ലെങ്കിൽ നിങ്ങളുടെ ബന്ധുക്കൾക്കോ അല്ലെങ്കിൽ ഈവൻ മാതാപിതാക്കൾക്കോ പോലും അത്രയും സന്തോഷം നൽകുന്ന ഒരു കാര്യമല്ലായിരിക്കാം. പക്ഷെ നിങ്ങളെ സംബന്ധിച്ച് പേഴ്സണലി വളരെ നിങ്ങൾ ആഗ്രഹിച്ച കാര്യം, നിങ്ങൾക്ക് ആത്മാർത്ഥമായിട്ട് നിങ്ങൾ ഒത്തിരി ആഗ്രഹിച്ച കാര്യങ്ങൾ സംഭവിക്കുന്ന ഒരു മാസമാണ്. അതുകൊണ്ട് തന്നെ ഒത്തിരി തൃപ്തികരമായിട്ടുള്ളൊരു ആഗ്രഹിച്ച കാര്യം സഫലമാകുന്നതിൻ്റെ ഒരു തൃപ്തി അനുഭവിക്കുന്ന ഒരു സമയമാണ് ഈ ഒരു മാസം. അതേപോലെ തന്നെ മംഗളകർമ്മങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലോ നിങ്ങൾക്ക് വളരെ ഇഷ്ടമുള്ള ആളുകളുടെ ജീവിതത്തിൽ മംഗളകർമ്മങ്ങൾ നടക്കുന്ന ഒരു സമയമാണ്. പ്രണയവിവാഹവും മറ്റും കാര്യങ്ങളൊക്കെ സംഭവിക്കാൻ സാധ്യതയുള്ള സമയമാണ്. പ്രണയത്തിലായിട്ടുള്ളവരെ സംബന്ധിച്ചിടത്തോളം വളരെ നല്ലൊരു മാസമാണ് ഈ ഒരു സമയം എന്ന് പറയുന്നത്. ബന്ധങ്ങളിൽ കൂടുതൽ ഊഷ്മളത നിലനിർത്താൻ പറ്റുന്നൊരു സമയം എന്ന് പറയാം. അതേപോലെ തന്നെ പല ബന്ധങ്ങളിലും ഒരു വളരെ അഗാധമായിട്ടുള്ളൊരു വിശ്വാസം നിലനിർത്താൻ പറ്റുന്ന ഒരു സാഹചര്യം. ബന്ധങ്ങൾ, പ്രത്യേകിച്ച് വളരെ അടുത്ത ബന്ധങ്ങൾ, ഇപ്പോൾ അച്ഛനമ്മമാരോ മക്കളോ അല്ലെങ്കിൽ ഭാര്യ ഭർത്താക്കന്മാർ, പ്രണയിക്കുന്നവർ തമ്മിൽ അത്രയും അടുപ്പമുള്ള ബന്ധങ്ങളിൽ വളരെ നല്ലൊരു ഇൻറ്റിമസി ഉണ്ടാകുന്ന ഒരു സമയം കൂടിയിട്ടാണ് ഈ ഒരു സമയം. പാർട്ട്ണർഷിപ്പ് എന്ന് പറയുന്ന അതായത് ഹസ്ബൻഡ് വൈഫ് ആകാൻ സാധ്യത, പാർട്ട്ണർഷിപ്പിലേക്ക് പോകാനുള്ള സാധ്യതയുണ്ട് പ്രണയത്തിലായിട്ടുള്ളവരും. ഒരു സോൾമേറ്റ് കണക്ഷൻ, അല്ലെങ്കിൽ നിങ്ങൾ തമ്മിലുള്ള ബന്ധം കൂടുതൽ നിങ്ങളുടെ സോൾമേറ്റിനെ നിങ്ങൾ കണ്ടെത്തുന്നു എന്നുള്ള രീതിയിൽ, അല്ലെങ്കിൽ നിങ്ങളുടെ ആ ഒരു ബന്ധം അഗാധമായിട്ട് അടുപ്പമുണ്ടാകുന്ന സാഹചര്യമുണ്ട്. അതേപോലെ തന്നെ പുതിയ സൗഹൃദങ്ങൾ ജീവിതത്തിലേക്ക് വരുന്ന ഒരു സമയമാണ് ഇത് സൂചിപ്പിക്കുന്നത്. വളരെ ഹെൽത്തി ആയിട്ടുള്ള ബന്ധങ്ങൾ ജീവിതത്തിൽ വരുന്നു. ഇപ്പോൾ നിങ്ങൾക്ക് നിറച്ചും സൗഹൃദങ്ങളുണ്ട്, സുഹൃത്തുക്കളുണ്ട്, അല്ലെങ്കിൽ ബന്ധുക്കളുണ്ട്. ഇതൊക്കെ ഉണ്ടെങ്കിലും അത്രയും ഒരു ആത്മാർത്ഥതയുള്ള അല്ലെങ്കിൽ ഹെൽത്തി ആയിട്ടുള്ള ബന്ധം, സ്നേഹം എന്ന് പറയുന്നത് പലരെ സംബന്ധിച്ച് സ്നേഹം എന്ന് പറഞ്ഞാൽ, സ്നേഹം ചില ആളുകളെ സംബന്ധിച്ചിടത്തോളം അതായത് കണ്ടീഷണൽ ആയിട്ടുള്ളൊരു സ്നേഹമോ പ്രണയമോ എന്ന് പറയുന്നത് ഒരു തരത്തിൽ ടോക്സിക് ആണ്. കാരണം അവർ ചിന്തിക്കുന്ന പോലെ നിങ്ങൾ പ്രവർത്തിക്കുകയാണെങ്കിൽ അവർ നിങ്ങളെ സ്നേഹിക്കും. അതിലൊരു ടോക്സിസിറ്റി ഉണ്ട്. അങ്ങനെയല്ലാതെ നിങ്ങൾ എന്താണോ ആ രീതിയിൽ തന്നെ നിങ്ങളെ സ്നേഹിക്കുന്ന തരത്തിലുള്ള ആളുകൾ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നു എന്നുള്ളതാണ് സൂചിപ്പിക്കുന്നത്. സിക്സ് ഓഫ് കപ്സ് ആൻഡ് ത്രീ ഓഫ് വോൺസ് എനർജിയാണ്. അപ്പോൾ ഈ ഒരു സമയം നിങ്ങളെ സംബന്ധിച്ചിടത്തോളം വളരെയധികം എനർജറ്റിക് ആയിരിക്കും. നിങ്ങൾ എന്തൊരു കാര്യം ഏറ്റെടുത്ത് ചെയ്യാനായിട്ടുള്ള ഭയങ്കരമായിട്ടുള്ള ഒരു എനർജി നിങ്ങളിലുണ്ടാവും. റിസൾട്ടിന് എന്തെങ്കിലും വെയിറ്റ് ചെയ്യുന്നവരുണ്ടെങ്കിൽ, ഇപ്പോൾ വിദ്യാർത്ഥികളെ സംബന്ധിച്ച് എന്തെങ്കിലും റിസൾട്ട് വെയിറ്റ് ചെയ്യുന്നവരുണ്ടെങ്കിൽ അതിന് നല്ലൊരു റിസൾട്ട് സാധ്യത ലഭിക്കുന്നതായിട്ട് കാണുന്നുണ്ട്. വിജയ സാധ്യത വളരെ ഏറി നിൽക്കുന്ന സമയമാണ്. കോമ്പറ്റേറ്റീവ് എക്സാംസ് കാര്യങ്ങളൊക്കെ, പ്രത്യേകിച്ച് ജോലി സംബന്ധമായിട്ട് എന്തെങ്കിലും റിസൾട്ട് കാത്തിരിക്കുന്നവരാണ്. അതായത് എന്തെങ്കിലും മത്സര പരീക്ഷ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും പരീക്ഷ പാസ്സായി പ്രൊമോഷൻ ടെസ്റ്റ് പോലുള്ള കാര്യങ്ങളൊക്കെ, ഇപ്പോൾ ബാങ്കിൽ, റെയിൽവേസിലൊക്കെ വർക്ക് ചെയ്യുന്നവർ, പ്രത്യേകിച്ച് ഗവൺമെൻറ് ജോലിയിൽ വർക്ക് ചെയ്യുന്നവർ എന്തെങ്കിലും പ്രൊമോഷൻ ടെസ്റ്റ് കാര്യങ്ങളൊക്കെ എഴുതിയിട്ടുണ്ടെങ്കിൽ അതിൽ വിജയസാധ്യതകൾ കൂടുതൽ, അല്ലെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു പ്രൊമോഷനോ ആ ഒരു ജോലിയോ ആ ഒരു പെർമനൻറ്റ് പൊസിഷനോ ഒക്കെ കിട്ടാനുള്ള ഒരു സാഹചര്യം ഈ ഒരു സമയത്ത് സൂചിപ്പിക്കുന്നുണ്ട്. പിന്നെ കലാലയവുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ട് അല്ലെങ്കിൽ വിദ്യാഭ്യാസ മേഖല, അക്കാഡമിക്സുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ട് ഒത്തിരി സാധ്യതകൾ, പഠിത്തം, വിദ്യാഭ്യാസ മേഖലയായിട്ട് ബന്ധപ്പെടുത്തി ഒത്തിരി സാധ്യത നിലനിൽക്കുന്ന സമയമാണ്. പ്രത്യേകിച്ച് ടീച്ചേഴ്സ്, ലെക്ചറേഴ്സ്, പ്രൊഫസർഷിപ്പ് കിട്ടാൻ വേണ്ടിയിട്ടൊക്കെ എഴുതുന്ന പരീക്ഷകളിലൊക്കെ സാധ്യത കൂടുതൽ സൂചിപ്പിക്കുന്നുണ്ട്. അതേപോലെ ഈ ഒരു മാസം എന്ന് പറയുന്നത് നിങ്ങൾക്കൊരു ലക്കി ബ്രേക്ക് എന്നൊക്കെ നമ്മൾ പറയുന്ന ഒരു സമയമാണ്. കരിയറുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ട് പറയുമ്പോൾ
ബന്ധങ്ങളിലും അതേപോലെ തന്നെ പുതിയ ബന്ധങ്ങൾ ലഭിക്കുന്നു, നല്ല നല്ല ബന്ധങ്ങൾ എന്നുള്ള രീതിയിൽ ഒരു മൈൽ സ്റ്റോൺ ആയിരിക്കും ഈ ഒരു മാസം നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങളുടെ ജീവിതത്തിൽ തന്നെ എന്നുള്ളത് സൂചിപ്പിക്കുന്നുണ്ട്. ഓപ്പർച്യൂണിറ്റീസ്, അവസരങ്ങൾ നിങ്ങളെ തേടി വരുന്ന ഒരു സമയമാണ്. അപ്പോൾ ജീവിതത്തിലൊരു നിങ്ങൾ ശരിയായിട്ടുള്ള ദിശയിലാണോ പോകുന്നത് എന്നുള്ളൊരു കാര്യത്തിൽ വ്യക്തത ഇല്ലാത്തവരെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ ശരിയായിട്ടുള്ള ദിശയിൽ തന്നെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ളൊരു കാര്യത്തിലൊരു വ്യക്തത നിങ്ങൾക്കുണ്ടാകുന്നു എന്നുള്ളതാണ് സൂചിപ്പിക്കുന്നത്. പഴയ സൗഹൃദങ്ങളൊക്കെ പൊടി തട്ടിയെടുക്കുന്ന സാഹചര്യവും ഇവിടെ സൂചിപ്പിക്കുന്നുണ്ട്. പുതിയ ബന്ധങ്ങളെന്ന് പറയുമ്പോഴും പഴയ ചില ബന്ധങ്ങൾ വിട്ടുപോയിട്ടുള്ള ബന്ധങ്ങൾ വീണ്ടും പുതുക്കാനുള്ള അവസരവും സൂചിപ്പിക്കുന്നുണ്ട്. ഇപ്പോൾ കലാലയ സൗഹൃദങ്ങളൊക്കെ നഷ്ടപ്പെട്ടു പോയി, ഇപ്പോൾ നിങ്ങളെല്ലാം വേറെ വഴിക്കായിട്ടുള്ളവരൊക്കെ തിരിച്ച് ജീവിതത്തിലേക്ക് വീണ്ടും റീകണക്റ്റിംഗ് വിത്ത് പീപ്പിൾ, പാസ്റ്റ് ലൈഫ് എന്നുള്ള ആളുകളായിട്ട് റീകണക്ട് ചെയ്യുന്നൊരു സാഹചര്യവും സൂചിപ്പിക്കുന്നുണ്ട്. അപ്പോൾ ആ ഒരു എനർജി, അതേപോലെ തന്നെ 6 ഓഫ് കപ്സ് ആൻഡ് ടെമ്പറൻസ് എനർജിയാണ്. അപ്പം പാസ്റ്റ് ലൈഫിലുള്ള ആളുകളായിട്ടുള്ളൊരു സംസാരവും അവരുമായിട്ടുള്ള ബന്ധങ്ങളൊക്കെ കാണിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ പാസ്റ്റിൽ തങ്ങി നിൽക്കാതിരിക്കുക. പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ, പഴയ നല്ല നൊസ്റ്റാൾജിയ, പഴയ സൗഹൃദങ്ങളൊക്കെ പുതുക്കുക, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ മുന്നോട്ടേക്ക് നല്ല രീതിയിൽ കൊണ്ടുപോകാം. പക്ഷേ നിങ്ങളൊരു പാസ്റ്റിൽ തങ്ങി നിൽക്കാതിരിക്കുക, സ്റ്റക്കായിട്ട് നിൽക്കാതിരിക്കാൻ ശ്രമിക്കുക. നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ, അപ്പോൾ നിങ്ങളുടെ കഴിഞ്ഞ കാലത്തിൽ നിങ്ങളുടെ ബാല്യത്തിലോ അല്ലെങ്കിൽ നിങ്ങളുടെ കലാലയ ജീവിതത്തിലോ ഒക്കെ ഉണ്ടായിട്ടുള്ള നഷ്ടങ്ങളോ അല്ലെങ്കിൽ സങ്കടങ്ങളോ ടോക്സിക് ട്രോമ അങ്ങനെ എന്തെങ്കിലുമൊക്കെ നിങ്ങൾക്ക് ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതിൽ തൂങ്ങി നിൽക്കാതിരിക്കുക. അതായത് അത് ചിന്തിച്ച് ആലോചിച്ചിട്ട് ആ ഒരു നിങ്ങളുടെ മനസ്സ് മടുപ്പിക്കാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. കാരണം ചില ആളുകൾ, കണ്ടുമുട്ടുന്ന ആളുകൾ പഴയകാലത്തിൽ നിങ്ങളെ നോവിച്ചിട്ടുള്ളവരായിരിക്കാം. പക്ഷെ നിങ്ങൾ ഇത്രയും വർഷങ്ങൾ കഴിഞ്ഞു, നിങ്ങൾ അങ്ങനെയുള്ള ഒരു ചിന്തയോ അത് നിങ്ങളുടെ മനസ്സിലേക്ക് കൊണ്ടുവരുന്നത് നെഗറ്റിവിറ്റിയാണ്, നിങ്ങളുടെ മനസ്സിലൊരു സ്ട്രെസ്സാണ് കൊണ്ടുവരുന്നത്. അപ്പോൾ അത് ആ ഒരു ചിന്തയിൽ നിന്ന് പുറത്ത് കടക്കുക, ആ ഒരു സ്ട്രെസ് നെഗറ്റിവിറ്റിയിൽ നിന്ന് മാറാനായിട്ട് ശ്രമിക്കുക. ഈ ഒരു ഭൂതകാലത്തിലും തങ്ങി നിൽക്കാതിരിക്കുക. സോ ബി അറ്റ് പീസ് വിത്ത് പാസ്റ്റ്. നമ്മൾ പാസ്റ്റിൽ പറയുന്ന ഒരു കാര്യമാണ്, കഴിഞ്ഞുപോയ കാലമായിട്ടൊരു ബി അറ്റ് പീസ്. അത് അല്ലെങ്കിൽ നമ്മുടെ പ്രസൻറ്റ് ചീത്തയായി പോവും, ഫ്യൂച്ചർ എന്താണെന്നറിയാത്ത അവസ്ഥയായി പോവും. അതായത് നെഗറ്റീവ് എനർജീസ് കൂടുതലായിരിക്കും. അപ്പോൾ പാസ്റ്റിൽ തങ്ങി നിൽക്കാതെ കഴിഞ്ഞ കാര്യമാണത് മറന്നു കളയുക ടോട്ടലി. എന്തെങ്കിലും മുന്നിലേക്ക് വരുന്നു, പഴയ അങ്ങനെയുള്ള ബന്ധങ്ങൾ മുന്നിൽ വരികയാണെങ്കിൽ എക്സ് ലവേഴ്സോ അല്ലെങ്കിൽ നിങ്ങളെ ബുള്ളി ചെയ്തിട്ടുള്ളവർ, നിങ്ങളെ ഉപദ്രവിച്ചിട്ടുള്ള ആളുകളോ അല്ലെങ്കിൽ നിങ്ങളെ ഏത് തരത്തിലും നിങ്ങളെ ഹേർട്ട് ചെയ്തിട്ടുള്ളവർ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വീണ്ടും കടന്നു വരികയാണെങ്കിൽ ഒന്നുകിൽ അവരെ ഇഗ്നോർ ചെയ്യുക, അല്ലെങ്കിൽ ആ ഒരു രീതിയിൽ ചിന്തിക്കാതിരിക്കുക. അത് നിങ്ങളെ ബാധിക്കുന്ന കാര്യമായതുകൊണ്ട് ലൈഫിൽ ഇപ്പോൾ നിങ്ങൾ ഓൾറെഡി ബാലൻസ്ഡ് ആണ്, പിന്നെയും നിങ്ങളുടെ ലൈഫിലെ ബാലൻസ് കളയാതിരിക്കുക എന്നുള്ളതാണ്. അതേപോലെ തന്നെ കിങ് ഓഫ് സോഡ്സ് ആൻഡ് ക്യൂൻ ഓഫ് കപ്സ് എനർജിയാണ്. അപ്പോൾ ഈ ഒരു എനർജി നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരു സാധ്യതകൾ ജീവിതത്തിൽ നിങ്ങൾ ഇനി എങ്ങനെ മുന്നോട്ടേക്ക് നല്ലൊരു ഇൻവെസ്റ്റ്മെൻറ്റിനൊക്കെ ഉള്ളൊരു സാധ്യത സൂചിപ്പിക്കുന്നുണ്ട്. ലൈഫ് നല്ല രീതിയിൽ മുന്നോട്ടേക്ക് കൊണ്ടുപോകാൻ, നിങ്ങൾ ആഗ്രഹിച്ച പോലെ മുന്നോട്ടേക്ക് കൊണ്ടുപോകാൻ പറ്റുന്നു എന്നുള്ളൊരു സാഹചര്യം. അതേപോലെ തന്നെ പല ആളുകളെയും സംബന്ധിച്ചിടത്തോളം ജീവിതം എങ്ങനെ മുന്നോട്ടേക്ക് നയിക്കണം എന്നുള്ളൊരു കാര്യം, അല്ലെങ്കിൽ ഏത് വഴി മുന്നോട്ടേക്ക് പോകണം എന്നുള്ളൊരു തീരുമാനമാണ്. പല ആളുകളും ചില ജോലി സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ പ്രധാനപ്പെട്ട തീരുമാനം എടുക്കുന്നുണ്ട്. യാത്രകൾ സൂചിപ്പിക്കുന്നുണ്ട്. അതേപോലെ തന്നെ ജോലിയും യാത്രയായിട്ട് ബന്ധപ്പെടുത്തിയിട്ട് കാണിക്കുന്നു. അതുകൊണ്ട് തന്നെ ചിലപ്പോൾ വിദേശ രാജ്യത്തേക്ക് ചേക്കേറി പാർക്കുന്നതാവാം സൂചിപ്പിക്കുന്നത്. അപ്പോൾ പുതിയ ജോലി കിട്ടി ചിലപ്പോൾ വിദേശത്തേക്ക് പോകുന്നതായിരിക്കാം. യാത്രകൾ സൂചിപ്പിക്കുന്ന ഒരു സിറ്റുവേഷൻ. അതേപോലെ തന്നെ ഒരു നിങ്ങളുടെ എനർജി എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഇവിടെ മറ്റുള്ളവർക്ക് മാനിപ്പുലേറ്റ് ചെയ്യാൻ പറ്റാത്ത, അതായത് മുതലെടുക്കാൻ പറ്റാത്ത രീതിയിൽ നിങ്ങൾ ജീവിതം മുന്നോട്ടേക്ക് കൊണ്ടുപോകുന്ന സമയമാണ്. അതുകൊണ്ട് തന്നെ മറ്റുള്ളവർക്ക് നിങ്ങളെ മുതലെടുക്കാൻ എളുപ്പമായിരിക്കില്ല ഈ ഒരു സമയം. പിന്നെ ഈ പാസ്റ്റ് ലൈഫിൽ നിന്ന് വരുന്ന ആളുകൾ നിങ്ങൾക്ക് ഭയങ്കര വൈകാരികമായിട്ട് സങ്കടം നൽകിയിട്ടുള്ള ആളുകൾ കാണുമ്പോൾ പെട്ടെന്ന് നിങ്ങളുടെ ആ ഒരു ബാലൻസ് പോവാതിരിക്കാൻ മാത്രം ശ്രദ്ധിച്ചാൽ മതി. അതല്ലാത്ത പക്ഷം മറ്റുള്ളവർക്കൊന്നും നിങ്ങളെ അങ്ങനെ പെട്ടെന്ന് മുതലെടുക്കാൻ പറ്റുന്നില്ല. നിങ്ങൾ ഇമോഷണലി ഇൻ്റലിജൻ്റ് ആണ് എന്നുള്ളതാണ് കാണിക്കുന്നത്. ക്ലിയർ ആയിട്ടുള്ള തിങ്കിങ്ങും കാര്യങ്ങളൊക്കെ നിങ്ങൾക്കുണ്ട്. അത് പ്രത്യേകിച്ച് വീട്ടമ്മമാർ, പ്രായമായിട്ടുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം നിങ്ങളുടെ ക്ലിയർ തിങ്കിങ് ആണ്. അങ്ങനെ എളുപ്പം മുതലെടുക്കാൻ പറ്റാത്ത ഒരു രീതിയിലാണ് സൂചിപ്പിക്കുന്നത്.
വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം പൊതുവേ ഒരു കളിചിരികളും സന്തോഷവും സൗഹൃദവും ഒക്കെ നിറഞ്ഞു നിൽക്കുന്ന, അതോടൊപ്പം തന്നെ വിദ്യാഭ്യാസ കാര്യത്തിലും പ്രശ്നങ്ങളൊന്നും ഇല്ലാതെയുള്ളൊരു മാസമായിരിക്കും എന്നുള്ളതാണ് സൂചിപ്പിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് പറയാനുണ്ടായിരുന്നത്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. എല്ലാവർക്കും നന്ദി, നമസ്കാരം.